ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? കഴിഞ്ഞ ദിവസം ഒമാനിൽ പോയ വീഡിയോയിൽ ഇട്ടുതരാം. ഞങ്ങൾ വരുമ്പം കുറച്ച് മാങ്ങ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ, പച്ചമാങ്ങ. അങ്ങനെ ഇവിടെ എത്തിയിട്ട് അത് അത് ഏകദേശം പഴുത്ത് വരാനായിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ട്. ഇന്നും കൂടി അത് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതൊന്നിനും കൊള്ളൂല കേട്ടോ. എടുത്ത് കളയല്ലാണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് അച്ചാറിടാൻ പോവാണ്. ആദ്യം തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ട് ഇതിൽ എള്ളെണ്ണ എന്നാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. എള്ളെണ്ണയും നല്ലെണ്ണയും വേറെ വേറെയാണോ എന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബിലെല്ലാം നോക്കിയേരം രണ്ടും ഒന്നാന്ന് പറഞ്ഞ്. അപ്പോൾ ശരിക്കും ഒന്നെന്നെയാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നല്ലെണ്ണ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയ പീസായിട്ടല്ല, വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളർ ആവൊന്നും വേണ്ട, അങ്ങനെ വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ആ ഒരു ടൈം, അങ്ങനെ ആ ഒരു ടൈം ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ മാങ്ങയല്ല, നാരങ്ങ അച്ചാറാണ് ഇടാറ്. ഞാൻ നാരങ്ങ അച്ചാറിടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടേനു കേട്ടോ. എനിക്ക് ആ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഋഷിക്ക് മാങ്ങ അച്ചാറാണ് ഇഷ്ടം. മാങ്ങ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നതെന്ന് തോന്നുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ ഇതിൽ ഉലുവ, കടുക് ഇതെല്ലാം വറുത്ത് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക, മുളക് പൊടിയെല്ലാം. പക്ഷെ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. ഇന്ന കമ്പനിന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഏതൊരു കമ്പനീൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഈ അച്ചാർ പൊടി ഇട്ട് കൊടുത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വറുത്ത് പൊടിച്ചതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷെ ഞാൻ അച്ചാർപ്പൊടി എടുത്തത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അത് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല. എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ, പയ്യെ പറഞ്ഞുതരാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ആ ഒരു വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യലാണ്. പക്ഷേ എത്ര ഇല്ലേ അച്ചാർ പൊടി ഇട്ടിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ആക്കാൻ അറിയായിട്ടാണെന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. ഒരു കളർ വരുന്നില്ല, ആ ഒരു അച്ചാറിൻ്റെ ഒരു നല്ലൊരു കളർ ഉണ്ടാവില്ലേ, അത് വരുന്നില്ല. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും ഗ്രേവി ഇല്ലാണ്ട് തിക്കായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അതിൻ്റെ ആ ഒരു അച്ചാറിൻ്റെ ആ ഒരു നീരോടെ കിട്ടേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി അച്ചാർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് മാറ്റണം. ഇന്ന് ഞങ്ങൾ റൂം മാറലാണ് കേട്ടോ. ഏകദേശം ഒരു 2.5-3 മാസത്തിൻ്റെ അടുത്തായി ഞാൻ ഈ ഒരു റൂമിൽ ഇതുമായിട്ട് സെറ്റായി വന്നതേനു കേട്ടോ. പെട്ടെന്ന് മാറണമെന്ന് തീരുമാനിച്ചേ. അങ്ങനെ കുറച്ച് തുണി വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉണങ്ങി കിട്ടാൻ വെയിറ്റ് ചെയ്യലാണ്. പിന്നെ റഷി ഡ്യൂട്ടിക്ക് പോയിട്ടാണല്ലേ, അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്ക് എന്നോട് ഡ്രസ്സും സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കാനും പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ ഇതിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങൾ കിച്ചണെല്ലാം ക്ലോസ് ചെയ്ത് പിന്നെ
പാത്രങ്ങളും ചെമ്പും അതെല്ലാം എടുത്ത് വെച്ച് ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കലാണ്. പിന്നെ ഒറ്റക്കായോണ്ട് എന്ത് ചെയ്യേണ്ടതെന്നും ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ടൈം ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഹംദൻ്റെ കുറേ ബുക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാ. അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കാനുണ്ട്. ഹംദൻ്റെ ക്ലിപ്പ്, പേന, പെൻസിൽ അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസും കാര്യങ്ങളും എല്ലാം എടുത്ത് വെക്കാനുണ്ട്. പിന്നെ ഇത് എത്ര എടുത്ത് വെച്ചിട്ടും പാക്ക് ചെയ്തിട്ടും കഴിയാത്ത പോലെ എന്താ പറയണ്ടേ, ആകെ ഇടങ്ങാറ് പിടിച്ച പോലെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ 2 ദിവസമായി ഇത് മെനക്കെട്ട് നിൽക്കുന്നു. ഇതിങ്ങനെ റൂം മാറൽ ഒരു വല്ലാത്ത പരിപാടി തന്നെയാണ് കേട്ടോ. നല്ല ടയേർഡായി പോവും. പിന്നെ അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. റൂം മാറാനുള്ള കാരണം നമ്മൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു റൂം മാറണമെന്ന്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ജനുവരി, ഫെബ്രുവരി ഈ 2 മാസം ഫ്രിഡ്ജ് ഇങ്ങനെ റൂമും തപ്പി നടക്കലേനു കേട്ടോ. ഒന്നും കിട്ടാനില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു മതി, ഞാൻ വരുന്നില്ല. കാര്യം ആ ഒരു ടൈമിലെല്ലാം റൂം കിട്ടാൻ നല്ല പാടാണ്. പിന്നെ ഇത് കാണുന്നവർ വിചാരിക്കും റൂം കിട്ടാണ്ട് ഒന്നുമില്ല, റൂമെല്ലാം ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ റഷ്യൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ട് റൂം വേണം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദൂരെയുള്ള റൂം ഉണ്ടാവും. പിന്നെ രാവിലെ വന്നാൽ പിന്നെ രാത്രി കുറച്ച് ലേറ്റാവും എത്താൻ. ഈ അടുത്താകുമ്പോൾ ഓഫീസിൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വരാം, അങ്ങനെയുള്ള നല്ലതല്ലേ. അല്ലാണ്ട് പിന്നെ ഒരു രസം ഉണ്ടാവില്ലല്ലോ. രാവിലെ പോയ രാത്രിക്ക് വരുത്തും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ആയതുകൊണ്ട് അടുത്ത് തന്നെ നോക്കാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ നോക്കിയത്. അല്ലാണ്ട് ദൂരെയെല്ലാം നല്ല നല്ല റൂമെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയ റൂമാണിത്. ഇതൊരു പാകിസ്ഥാനിൻ്റെയാണ്. അവരുടെ ഫാമിലിയും എല്ലാവരും നാട്ടിലേക്ക് പോയവരും അങ്ങനെ ഞങ്ങളെടുത്ത് ഇപ്പം നാട്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ചെറിയ പ്രശ്നം കാരണം അവരുടെ ഫാമിലിനെ സേഫ് ആക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ച് എന്താ ചെയ്യുക, മാറാൻ പറ്റുമോ, വേറെ റൂം കിട്ടുമോ എന്നെല്ലാം ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ മാറാം നല്ല രീതിയിൽ അങ്ങനെ വേറെ റൂം നോക്കാൻ പോയി. അപ്പം പെട്ടെന്ന് തന്നെ അധികം നോക്കി തളരാൻ ആവശ്യം വന്നിട്ടില്ല. അടുത്ത് തന്നെ ഒരു റൂം സെറ്റായി. പിന്നെ ഏതായാലും അതന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ റൂം മാറുന്നതാണ്. അല്ലെങ്കിലും നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്നിട്ട് നമുക്ക് വേറെ നല്ല റൂം കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതുമായിട്ട് അങ്ങ് സെറ്റായി കേട്ടോ, പൊരുത്തപ്പെട്ട്. എന്താ വെച്ചാൽ എല്ലാം അടുത്താണ്, നമുക്ക് ട്രാവൽ ചെയ്യാനും ആയാലും. റൂം നമ്മൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം എല്ലാം കൊണ്ടും അതങ്ങ് ഇവിടെ തന്നെ നിൽക്കാമെന്ന് അങ്ങനെ വിചാരിച്ചതാണ്. പിന്നെ രാത്രി ആകുമ്പോഴേക്കന്നെ ഋഷി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്കന്നെ ഞാൻ ഡ്രസ്സും എൻ്റെയും ഹംദൻ്റെയും സാധനങ്ങളും എല്ലാം പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഹംദൻ്റെ ടോയ്സ് തന്നെ ഉണ്ട് ഒരു ലോഡ്. പിന്നെ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം അവിടെ റൂമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ റൂം അടുത്താണ് കേട്ടോ. ഈ റൂമിൻ്റെ തൊട്ടടുത്താണ്, കുറച്ച് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഹംദൻ്റെ ടോയ്സ് തന്നെ ഉണ്ട് ഒരു ലോഡ്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് ഇനി അവിടെ ക്ലീനാക്കി എടുത്ത് വെക്കേണ്ട എല്ലാം വിചാരിക്കുമ്പോൾ എനിക്കൊന്നും തിരിയുന്നില്ല കേട്ടോ. പിന്നെ ഈ റൂമിൽ നിന്ന് പോകുമ്പോൾ ഈ റൂമും ക്ലീനാക്കി കൊടുക്കണ്ടേ, അത് നമ്മളൊരു കടമയല്ലേ. ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പം അവിടെ പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് തന്നെ അറിയില്ല, ഞാൻ പോയി നോക്കിയിട്ടേ ഇല്ല. അപ്പം അങ്ങനെയെല്ലാം എടുത്തിട്ട് ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കണം. പിന്നെ വലിയ അലമ്പില്ലേനു കേട്ടോ റൂം, അത്യാവശ്യം ക്ലീൻ ഉണ്ടേനു, എന്നാലും ക്ലീൻ ആക്കാനുണ്ട്. അതെല്ലാം ഫുള്ള് ക്ലീനാക്കി ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് എല്ലാം പകുതി പണി അന്ന് തന്നെ തീർത്തിട്ടുണ്ടേനു കേട്ടോ. പിന്നെ തലേ ദിവസം രാത്രിക്ക് ഞങ്ങളിവിടെ സാധനങ്ങൾ കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ മുതലേ പിന്നെ ബാക്കി അവിടുത്തെ ക്ലീനിങ്ങും ഇവിടുത്തെ സാധനങ്ങളും കൊണ്ടുവച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട്
എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. 1, 2 സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെ അതൊക്കെ വാങ്ങി എല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പം കുറച്ച് ചെറിയ ചെറിയ പണികൾ കൂടി ബാക്കിയുണ്ട്. എല്ലാം കൂടി വീഡിയോ എടുക്കാൻ നിന്നാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ്ങിൻ്റെ ഒന്നും വീഡിയോ എടുക്കാതിരുന്നത്. ഇനിയിപ്പം എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും കാണിക്കും എല്ലാം ചെയ്യാം. അങ്ങനെ ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും എൻ്റെ വ്ളോഗിൽ ഉണ്ടാകുക. ഞാൻ ആദ്യം വിചാരിച്ച് റൂം മാറുന്നതൊന്നും കാണിക്കണ്ട എന്നുള്ളത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എന്തായാലും സ്ഥലം മാറുമ്പോൾ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും കാണിക്കും ചെയ്തേട്ടാ. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു. ബൈ.